പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, കൃഷിയെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണുക. ഞാൻ നിതീഷ് തുളത്തുവയിൽ, നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് വിവിധ കൃഷിയിടങ്ങളിലേക്ക് നെറ്റ്സർഫിന്റെ ജൈവവളങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത പ്രിയപ്പെട്ട കുറേ കർഷകരുടെ അനുഭവങ്ങളാണ് വീഡിയോയിലൂടെ ഓരോ കർഷകർ മുന്നിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടുകൊണ്ട് കർഷകരുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വിളിച്ച് അനുഭവം മനസ്സിലാക്കി തോട്ടങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ വളപ്രയോഗം ഉപയോഗിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരികയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കർഷകന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാം എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായി കാണുക. കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരടക്കം എന്ന് പറയുന്ന പ്രദേശത്തെ മികച്ച കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ കല്ലിങ്ങക്കുടി അലക്സാറിൻ്റെ കൂടിയാണ്. കഴിഞ്ഞ 20 വർഷമായി കാർഷിക മേഖലയിൽ അലക്സാർ കഴിഞ്ഞ 4 വർഷക്കാലമായി നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റിൻ്റെ ദ്രാവക രൂപത്തിലുള്ള നാനോ ടെക്നോളജി വളങ്ങളാണ് 8 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാം. അലക്സാറെ സ്വാഗതം. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് വിവരിക്കാമോ? കഴിഞ്ഞ 4 വർഷമായിട്ട് നെറ്റ്സർഫ് കമ്പനിയുടെ ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. എല്ലാ കൃഷികൾക്കും റബ്ബർ, തെങ്ങ്, കവുങ്ങ്, ജാതി, കുരുമുളക് മുതലായ കൃഷികൾക്ക് ഉപയോഗിക്കുന്നു. 100% ഗുണപ്രദമാണ്. ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ലേബർ കോസ്റ്റ് വളരെ കുറവാണ്. പൂർണ്ണമായും ജൈവ ഉൽപ്പന്നങ്ങളാണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കും നല്ല ഗുണം ഉണ്ടായിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ചാക്കോ ജേക്കബ് വെള്ളിക്കുന്നേൽ. ഞാൻ പാലാ പൈക അടുത്ത് വിളക്കുമാടത്ത് താമസിക്കുന്നു. ഞാൻ ഈ നെറ്റ്സർഫിന്റെ വളങ്ങൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റബ്ബറിനാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത്. നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ കൂലിച്ചെലവിനത്തിൽ വളരെയധികം കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ 2000 ടാപ്പിംഗ് മരങ്ങൾക്കാണ് ഞാനിപ്പം ഉപയോഗിക്കുന്നത്. എനിക്ക് ഏകദേശം 6000-ഓളം ഇമ്മച്ചുറായിട്ടുള്ള റബ്ബറും ഉണ്ട്. അതിനും ഈ വർഷം മുതൽ ഞാൻ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റംബുട്ടാനും തെങ്ങിനും കവുങ്ങിനും ഒക്കെ ഇത് തന്നെ ഉപയോഗിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് അനുഭവത്തിൽ നിന്നുള്ള പാഠമാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കാണുകയാണെങ്കിൽ തുടർന്ന് ഉപയോഗിക്കണമെന്ന് നല്ലതാണെന്ന് റെക്കമെൻഡ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എറിയാട് ഗ്രാമപഞ്ചായത്തിലെ 5000 സിദ്ദിഖ് സാറിൻ്റെ കൂടെയാണ്. അദ്ദേഹം ഒരു 2 വർഷമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ചിലവ് കുറഞ്ഞ ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവുങ്ങ്, തെങ്ങ്, ജാതി, കുരുമുളക് തുടങ്ങിയവയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കവുങ്ങ് കൃഷിയിലേക്ക് നെറ്റ്സർഫിന് ജൈവവളം കൊടുക്കാൻ തുടങ്ങിയ പിന്നെ റിസൾട്ട് കർഷകരിലേക്ക് എത്തിക്കുകയാണ്. സിദ്ദിഖ് സാർ നമസ്കാരം. സിദ്ദിഖ് സാർ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ സോമൻ സാർ നമ്മുടെ കൂടെയുണ്ട്, തൃശ്ശൂർ ജില്ലാ കോർഡിനേറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നോക്കാം. സിദ്ദിഖ് സാറേ, എങ്ങനെയുണ്ട് നമുക്ക് കവുങ്ങിനൊക്കെ വളങ്ങൾ കൊടുത്തിട്ട്? ഞാൻ കവുങ്ങ് ഇവിടെ വെച്ചെങ്കിലും വളപ്രയോഗം നടത്താറുണ്ടായില്ല. ജാതിക്കും തെങ്ങിനും കൊടുക്കലായിരുന്നു. പക്ഷേ അടക്കക്ക് വില കൂടിയപ്പോൾ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഈ സാധനം കൊടുക്കുകയാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ റിസൾട്ടാണല്ലോ സാർ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? ഇപ്പൊ കർഷകർ ഇത് കാണുന്ന കർഷകർക്ക് മനസ്സിലാവും. ഈ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കാണാം. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ താലൂക്കിൽ എറിയാട് പഞ്ചായത്തിൽ 23-ാം വാർഡിലാണ് എന്റെ വീട് ഇരിക്കുന്നത്. തോട്ടം വന്ന് സന്ദർശിച്ചിട്ടേ, കാരണം പല കർഷകർ കാണാം. അത് മാത്രമല്ല, ഇതിനൊരു വേറെ പ്രത്യേകത, 2 പ്രാവശ്യം കടല് കയറിയ ഫ്ലോട്ടും കൂടിയാണ്. ഓക്കെ, കടൽ വെള്ളം കയറിയ സ്ഥലം കൂടിയാണ്. എത്രയോ കർഷകർ എന്നോട് യൂട്യൂബിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഏത് തോട്ടമാണ് കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇത് മാതൃകാ തോട്ടമായിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് കൊടുങ്ങല്ലൂരിന് 60 സെൻറ്റിലധികം വരുന്ന ഒരു സിദ്ദിഖ് സാറിൻ്റെ തോട്ടം വേണമെങ്കിൽ സന്ദർശിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. പ്രിയപ്പെട്ട സോമൻ സാറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് കവുങ്ങിലുണ്ടായതാണ്. ജാതിയുടെയൊക്കെ നമ്മൾ കണ്ടു. പൂർണ്ണമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് സാർ ഇത് കർഷകരിലേക്ക് എത്തിക്കാൻ കാണിച്ച മനസ്സിന്, കാരണം എല്ലാവരും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലവർ നോക്കൂല. ഞാനിടയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവർ പറഞ്ഞു, നമ്മളിത് ഉപയോഗിക്കും, ഞാൻ വേറെ ആരോട് പറയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള ഒരു കാലഘട്ടം, അതായത് എന്നിൽ നിന്നും ഒരാളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ പോളിസി അനുസരിച്ച് എല്ലാവരും ഉണ്ടാകണം. അതെ, കൊടുക്കാൻ പറ്റും. ആര് വന്ന് ചോദിച്ചാലും ഞാൻ എടുത്തു കൊടുക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ളവർക്കാണ് ഇന്ന് ഒരുപക്ഷെ അതിനുള്ള ഒരു നന്മ കൂടിയാണ് ഈ ഒരു തോട്ടത്തിൽ നമുക്ക് പ്രതിധ്വനിക്കുന്നത് എന്നുള്ളതാണ്. ആര് വന്ന് ഇവിടെ നിന്ന് ചോദിച്ചാലും എന്താ പറ്റാന്ന് വെച്ചാൽ ഞാൻ എടുത്തു കൊടുക്കും. ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, ഇന്ന സാധനം വെച്ച് ചെയ്താൽ മതി.
അപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ഇതാ കവുങ്ങിലൊക്കെ ഉണ്ട്. അത് തൊട്ടപ്പുറത്തെ അയൽവക്കത്തുള്ള കവുങ്ങും ഇതും തമ്മിലുള്ള അന്തരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു തോട്ടത്തിൻ്റെ ആ ഒരു നമ്മുടെ വളക്കൂറ് മണ്ണിൻ്റെ അല്ലേ, മണ്ണിരകളുടെ സാന്നിധ്യം എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കർഷകരിലേക്കുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ എത്ര വർഷമായി സാറേ കവുങ്ങ്? കവുങ്ങ് ഒരു 10-12 കൊല്ലം. 12 കൊല്ലമായി. ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇത്ര കായ്വല്യം ഉണ്ടായിരുന്നോ? ഇല്ല. ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി സിദ്ദിഖ് സാറിന് നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ താലൂക്കിൽ എറിയാട് പഞ്ചായത്തിൽ 23-ാം വാർഡിൽ താമസിക്കുന്ന അയ്യാരിൽ സിദ്ദീഖ് എന്നാണ് എൻ്റെ പേര്. ഞാൻ 2 കൊല്ലമായിട്ട് നെസ്റ്ററിൻ്റെ ഈ ബയോഫിറ്റിൻ്റെ NPK ലിക്വിഡ് വളം ഉപയോഗിക്കുന്നതാണ് എൻ്റെ ജാതിക്ക്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണേ. നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാം, ആ ജാതിയുടെ ഗ്രീൻ ഷെയ്ഡ് തന്നെ നോക്കിയാൽ മതി. ഈ സാധനം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സാർ എത്ര ജാതിക്ക് കൊടുക്കുന്നുണ്ട്? ഞാൻ 50 ജാതിക്ക്. 50 ജാതിക്ക് 2 വർഷമായിട്ട് നമ്മുടെ ജാതിയിൽ 30 എണ്ണം കായ്ച്ചു തുടങ്ങി. കായ്ച്ചു വരുന്നുള്ളൂ. കായയുടെ സൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലുപ്പം കൂടുതലും മറ്റേ പത്രിയൊക്കെ നല്ല കനമൊക്കെയാണ്, ക്വാളിറ്റിയിലെ പത്രി ഇട്ടതുണ്ട് അല്ലേ? ഓക്കെ. എങ്കിലും ജാതിക്കൊക്കെ നല്ല ഗുണമുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ വളങ്ങൾ. ചെലവ് കുറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ചെലവ് കുറവ്. ഇപ്പം ഇത്രയും സ്ഥലത്ത് വളപ്രയോഗം നടത്തണമെങ്കിൽ തന്നെ കൈക്കോട്ട് പണിക്കാരന് ഇതിന്റെ ഇരട്ടി കാശ് കൊടുക്കണം. ഓക്കെ. അതിന്റെ ഒരു ആവശ്യമില്ല. ഒരു ഡ്രം. പ്രിയപ്പെട്ട സോമൻ സാർ കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി സാറേ നന്ദി, നമസ്കാരം. ഓക്കെ. പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, ഏതാണ്ട് ഒരു 2-3 കൊല്ലമായി ഞങ്ങളിപ്പോൾ ഈ വളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഉപയോഗിച്ചതിൻ്റെ ഗുണഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞങ്ങളുടെ കർഷകരായിട്ടുള്ള ഞങ്ങളുടെ വിളകൾക്ക് കരുത്ത് പോയിരുന്നു. 2, കൂലിയിൽ ഒരു നല്ല ലാഭം കിട്ടുന്നു. 3, ആശങ്ക എന്ന് പറയുന്നത് വേണ്ട. കാരണം ഇതിൻ്റെ അകത്ത് ഇല കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇത് പഴുത്തു പോവുകയോ മുറിഞ്ഞു പോവുകയോ ചെയ്യുന്നൊന്നും പേടിക്കണ്ട. കാരണം ഇത് വളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അതെല്ലാ കൃഷിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. ഈ കൃഷിയെ നിങ്ങൾ അവലംബിക്കുക, ഈ കൃഷിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള തെങ്ങിന് കൊടുത്തിട്ടുണ്ട്, കശുമാവിന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഏകദേശം എല്ലാ വിളകൾക്കും, കൊടിക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാ വിളകൾക്കും കൊടുത്തിട്ടുണ്ട്. കാപ്പിക്ക്, റബ്ബറിന്, എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് എല്ലാ അനുഭവവും നല്ല അനുഭവം എനിക്ക്. ഏതെങ്കിലും ഒരെണ്ണത്തിന് മോശമൊന്നും അല്ലേ, ഒരെണ്ണം കൊള്ളുകയല്ല, ഒന്നിനും പിടിച്ചില്ല എന്ന് പറയണ്ട, എല്ലാം നല്ല. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ പഴയ പോയൊരു കശുമാവ് അവിടെ നിന്നിട്ട് അങ്ങ് ഞാൻ ഒഴിച്ചിട്ട് ബാക്കി ആ കൂട്ടത്തിൽ വെച്ച കശുമാവ് മുഴുവൻ നശിച്ചു. ഒരു 6-7 കൊല്ലം കൊണ്ട് നശിച്ചു. പക്ഷേ ഈ ഒരെണ്ണം ഞാൻ തമാശന് കുറച്ച് വളം വെച്ചാൽ അത് നന്നായി കറുത്ത് കീറി വരുന്നുണ്ട്. അപ്പം ഇതൊരു സാധാരണപ്പെട്ട ഒരു കർഷകന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വളമാണ് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കർഷകനെ ആശ്രയിക്കാൻ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല, ലാഭം ഉണ്ടാകും എന്ന് മാത്രമാണ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഈ ഇഞ്ചി കൃഷി ഞാൻ ചെയ്തിട്ട് അതിപ്പോൾ ഒരു 3.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നെറ്റ്സർഫിന്റെ ശരിക്കും ഓർഗാനിക്കായ വളമാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ നടുമ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആദ്യം സ്റ്റിംറിച്ചിൽ കലക്കി അതിനകത്ത് 10-20 അരമണിക്കൂറോളം ഈ വിത്ത് മുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഇഞ്ചി നടുന്നത്. അങ്ങനെ മുക്കി വെക്കാനുള്ള കാരണം കുറച്ചുകൂടെ മുളയ്ക്കൊക്കെ നല്ല കരുത്ത് വരാൻ നല്ലതാണ് ഇരിക്കുന്നത്. സ്റ്റിംറിച്ചിൽ മുക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് അത് വീണ്ടും നടുമ്പോൾ ആർച്ചിട്ട്. അപ്പൊ ഇപ്പോൾ ഒരു 3 പ്രാവശ്യത്തോളം ഏതാണ്ടായി ഞാൻ ഒരു മാസത്തിൽ 1 വെച്ചിട്ട് ഞാൻ ഈ വളം ഒഴിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റിംറിച്ച് ഇതിന്റെ ഇലകളിൽ ഈ ലീഫിലെല്ലാം ഞാൻ സ്പ്രേ ചെയ്യാറുണ്ടിരിക്കുന്നത്. അത് ഒരു 15 ദിവസം കൂടുമ്പം 15 ദിവസം ചെയ്തു. അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല പച്ചപ്പ് കിട്ടും, ഫോട്ടോസിന്തസിസും കിട്ടും. അപ്പം നല്ലൊരു വളർച്ചയും കാണുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചം കാണുന്നത്. കണ്ണൂർ ജില്ല ഇരിട്ടി താലൂക്ക് ആറളത്ത് താമസിക്കുന്ന ആറളം പഞ്ചായത്തിൽ താമസിക്കുന്ന തയ്യിൽ ജോസാണ് ഞാൻ. എൻ്റെ 2 വർഷമായിട്ട് ഞാൻ ഈ വളമാണ്, നിസ്സയുടെ വളമാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പം 5ാമത്തെ ട്രിപ്പ് റീപ്ലാന്റ് ചെയ്ത തോട്ടമാണിത്. കഴിഞ്ഞ വർഷം വെച്ച തൈയാണിത്. ഇതിൻ്റെ 1 വർഷം കൊണ്ട് തന്നെ ഇത്രയായത് ഈ വളം ഞാൻ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ്. ഇതിൻ്റെ എതിർവശത്തുള്ള സ്ഥലം എൻ്റെ അല്ല, അത് 4 വർഷം പ്രായമായ തൈയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അത് ഈ വളം ഉപയോഗിക്കാത്ത സ്ഥലമാണ്. അതും റീപ്ലാന്റ് ചെയ്ത് 5ാമത്തെ ട്രിപ്പ് റീപ്ലാന്റ് ചെയ്ത സ്ഥലത്ത് നിൽക്കുന്ന റബ്ബറാണത്. അതിന് 4 വർഷം കൊണ്ട് അത് അത്രയേ ആയിട്ടുള്ളൂ. ഇത് 1 വർഷം കൊണ്ട് തന്നെ ഇത്രയായി. അതിൻ്റെ കാരണം ഞാൻ ഈ വളം ഉപയോഗിച്ചതാണ്.
നെക്സയുടെ വളം ഉപയോഗിച്ചതാണ് ഇതിനുള്ള കാരണം. പിന്നെ അതിൻ്റെ പ്രത്യേകത എനിക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ വളം ഉപയോഗിച്ചതിന് ശേഷം മണ്ണിൽ നല്ല മണ്ണിരയും നല്ല ഒരു മണ്ണിൻ്റെ ഘടന തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. അത് തൈ കാണുന്നാൽ തന്നെ അറിയാൻ പറ്റും. ഇത് എല്ലാവരും ഈ വളം തന്നെ മേടിച്ച് എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കണമെന്ന് വിനീതമായിട്ട് എല്ലാവരോടും ഞാൻ എൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ സാർ, താങ്ക് യു. കാരണം ഇതിപ്പോ ഒരു പക്ഷേ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരു ഡൗട്ട് വരും. ഇത് ഒരു വർഷമായത്, ഇത് നാല് വർഷം പ്രായമായത് പറയുമ്പോൾ എങ്ങനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഞാനിപ്പോ ഒരു അവിശ്വസനീയതയോട് ഞാൻ തന്നെ നോക്കുകയാണ്. എന്ത് വന്നാലും ഇതൊരു കർഷകന്റെ അനുഭവമാണ്. ഇതാ ഒരേ തോട്ടത്തിന്റെ രണ്ട് സൈഡാണ് ഇത്. ഇത് ഒരു വർഷം കഴിഞ്ഞ വർഷം വെച്ചതാണ് നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ചിട്ട്. അതേ സമയം നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കാത്ത വേറെ തൊട്ട് ഒരു റോഡിന്റെ രണ്ട് വശമാണ് അല്ലേ സാർ? ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു റോഡിന്റെ രണ്ട് വശമാണ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ കർഷകരുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ചിട്ട് ഉപയോഗിക്കാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് രാമകൃഷ്ണൻ. ഞാൻ വൺ ലൈഫ് ഓർഗാനിക് കാർഷിക കൂട്ടത്തിലെ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മളിവിടെ പൂക്കൃഷിക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നെറ്റ്സർഫ് ഓർഗാനിക്കിൻ്റെ നാനോ വളങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ റിസൾട്ടാണ് ആ വളങ്ങളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് പൂക്കൃഷി മാത്രമല്ല, നമ്മുടെ പച്ചക്കറിക്കും വാഴക്കും എല്ലാം തന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നെറ്റ്സർഫിൻ്റെ നാനോ വളങ്ങളാണ്. എന്തൊക്കെ ഗുണങ്ങളാണ് സാർ അതിലൂടെ ഉള്ളത്? ലേബർ ചാർജ് കുറയും, അവർക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ മണ്ണ് വളരെ നല്ലൊരു രാഷ്ട്രറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ മണ്ണിന്റെ pH ഒക്കെ വർദ്ധിച്ച് വളരെ നല്ല രീതിയിലുള്ള വളർച്ച നമുക്ക് കാണാൻ പറ്റും. സ്റ്റിംബ്രിച്ച് അടിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് നമുക്ക് സ്റ്റിംബ്രിച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. നല്ല പച്ചപ്പോടുകൂടി എല്ലാ തൈകളും നല്ല പച്ചപ്പോടുകൂടി. ഓക്കെ സാർ, താങ്ക് യു.